എത്തിക്കൽ ഹാക്കിംഗ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് IP ബാൻ എങ്ങനെ ഒഴിവാക്കാം. ഓക്കെ, നമ്മൾ പലതരം ടൂൾസ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ടൂൾ ഒക്കെ ഉപയോഗിക്കാൻ നേരത്ത് നമുക്ക് ചിലപ്പോൾ IP ബാൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം എങ്ങനെ നമ്മുടെ റിയൽ IP യെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം, അതാണ് ഈ വീഡിയോയുടെ നോക്കാൻ പോകുന്നത്. IP ബാൻ എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു സെർവറിലോട്ട് ഒന്നിലധികം റിക്വസ്റ്റോ ലോഗിൻ അറ്റംപ്റ്റോ നടത്താൻ നേരത്ത് നമുക്ക് IP ബാൻ കിട്ടും. ഓക്കെ, നമ്മൾ ഒരുപാട് തവണ നമ്മൾ റിക്വസ്റ്റ്, അതായത് ഒരു സെർവറിലോട്ട് റിക്വസ്റ്റ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തവണ ലോഗിൻ അറ്റംപ്റ്റ് നടത്തുമ്പോഴും നമുക്ക് IP ബാൻ കിട്ടും. IP ബാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു സെർവറിലോട്ട് നമ്മുടെ IPക്ക് ആക്സസ് കിട്ടത്തില്ല. ഓക്കെ, നമ്മുടെ IP വെച്ചിട്ട് പിന്നെ നമുക്ക് ആ സെർവറിലോട്ട് നമുക്ക് ആക്സസ് കിട്ടത്തില്ല. അപ്പൊ അതിനെയാണ് IP ബാൻ എന്ന് പറയുന്നത്. നമ്മളെ ബ്ലോക്ക് ചെയ്യും ആ ഒരു സെർവർ. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രോക്സി ചെയിൻ ഉപയോഗിക്കാം. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ നമ്മുടെ റിയൽ IP യെ പ്രൊട്ടക്ട് ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ നമുക്കൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു IP യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ റിയൽ IP യെ പ്രൊട്ടക്ട് ചെയ്യാം, അതാണ് ഈ വീഡിയോയുടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, വെരി യൂസ്ഫുൾ വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാവും. നിങ്ങൾ പലതരം ടൂൾസ് ഉപയോഗിക്കാൻ നേരത്ത് നിങ്ങൾ ഇത് ഞാൻ ഇവിടെ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് IP ബാൻ കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് പ്രോക്സി ചെയിൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, പ്രോക്സി ചെയിൻ ഇൻസ്റ്റാൾ ചെയ്യണം, തോർ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, തോർ ഇൻസ്റ്റാൾ ചെയ്യണം, പ്രോക്സി ചെയിൻ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ തോർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് apt get അപ്ഡേറ്റ് കൊടുക്കുക. ഓക്കെ, apt get അപ്ഡേറ്റ് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് apt get install തോർ. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തോർ ഇൻസ്റ്റാൾ ആവും. ഓക്കെ, തോർ ഇൻസ്റ്റാൾ ആവും. പിന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് apt install. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻഡ് കൊടുത്തിട്ട് ഓരോന്നോരോന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് ഓരോ കമാൻഡും. ഓക്കെ, അപ്പം apt get install. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പ്രോക്സി ചെയിൻ ആണ്. ഓക്കെ, apt get install പ്രോക്സി ചെയിൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രോക്സി ചെയിൻസ് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ആൾറെഡി നിങ്ങളുടെ കാലിനസ് മെഷീനകത്താണെങ്കിൽ ഇത് ആൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് പ്രോക്സി ചെയിൻ. ഓക്കെ, തോർ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, പ്രോക്സി ചെയിൻ ഒക്കെ ആൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അഥവാ ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പ്രോക്സി ചെയിൻ ഇൻസ്റ്റാൾ ആണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് പ്രോക്സി ചെയിൻസ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് അത് ഈ ഒരു കളറിൽ കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു സ്യാൻ കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോക്സി ചെയിൻസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ കാണുവാണെങ്കിൽ അതിനർത്ഥം പ്രോക്സി ചെയിൻസ് ഇൻസ്റ്റാൾഡ് ആണെന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോക്സി ചെയിന്റെ ഫയലിനകത്ത് നമുക്ക് ചില ചേഞ്ചസ് വരുത്തണം. ഓക്കെ, നിങ്ങൾ തോറും പ്രോക്സി ചെയിൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്രോക്സി ചെയിന്റെ ഫയലിനകത്ത് കുറച്ച് ചേഞ്ച് വരുത്തണം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി ചെയ്യേണ്ടത് നമുക്ക് നാനോ യൂസ് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് വരുത്തണം. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ sudo കൊടുക്കണം. കാരണം ഈ ഒരു ഫയലിനകത്തോട് നമുക്ക് ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്ക് റൂട്ട് പ്രിവിലേജിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ sudo കൊടുക്കണം. ഓക്കെ, sudo nano കൊടുക്കുക. sudo nano കൊടുത്തിട്ട് നമുക്ക് പോകേണ്ട പാത്ത് എന്ന് പറയുന്നത് etc etc. ഓക്കെ, etc/proxy chains 4.conf. ഓക്കെ, ഈ ഒരു പാത്ത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, sudo nano കൊടുത്തിട്ട് /etc/proxy chains 4.conf. ഓക്കെ, എന്നിട്ട് പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു പേജ് വരും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡൈനാമിക് ചെയിൻ കമന്റ് ചെയ്താണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഡൈനാമിക് ചെയിൻ കമന്റ് ചെയ്താണ് വെച്ചേക്കുന്നത്. അത് അൺകമന്റ് ചെയ്യുക. ഓക്കെ, ഡൈനാമിക് ചെയിൻ അൺകമന്റ് ചെയ്യുക. കാരണം ഡൈനാമിക് ചെയിൻ ആണ് നമുക്ക് ആവശ്യം. നമുക്ക് സ്ട്രിക്റ്റ് ചെയിന്റെ ആവശ്യമില്ല. സ്ട്രിക്റ്റ് ചെയിൻ ആണെങ്കിൽ നമുക്ക് കണക്ഷൻ എറർ വരും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ സ്ട്രിക്റ്റ് ചെയിൻ കമന്റഡ് ആയിരിക്കത്തില്ല. ഓക്കെ, ഡൈനാമിക് ചെയിൻ കമന്റഡ് ആയിരിക്കും. അത് നിങ്ങൾ അൺകമന്റ് ചെയ്യണം. എന്നിട്ട് സ്ട്രിക്റ്റ് ചെയിൻ അൺകമന്റഡ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ സ്ട്രിക്റ്റ് ചെയിൻ കമന്റഡ് ആയിരിക്കത്തില്ല. അപ്പൊ സ്ട്രിക്റ്റ് ചെയിൻ നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, അത് കമന്റ് ചെയ്യുക. എന്നിട്ട് താഴോട്ട് വരിക. ഓക്കെ, താഴോട്ട് വരുമ്പോൾ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, പ്രോസി DNS ആൾറെഡി അൺകമന്റഡ് ആണ്. അത് നമുക്ക് ആവശ്യമുണ്ട്. കാരണം DNS റിക്വസ്റ്റ് എല്ലാം നമ്മുടെ തോർ വഴി പോകാൻ വേണ്ടിയാണ് പ്രോക്സി DNS. ഓക്കെ, അപ്പോൾ അത് ആവശ്യമുണ്ട്. അത് ആൾറെഡി അൺകമന്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇത് നമുക്ക് അൺകമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
ഇത് ആൾറെഡി അൺകമന്റഡ് ആയതുകൊണ്ട് നമ്മൾ അൺകമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നിങ്ങൾ റിമോട്ട് ഡി എൻ എസ് സബ്നെറ്റ് അത് 2224 അത് തന്നെ 224 തന്നെയാണ്. അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ടി സി പി റീഡ് ടൈം ഔട്ട് അത് രണ്ടും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ടി സി പി കണക്ട് ടൈമും ടൈം ഔട്ടും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് താഴോട്ട് വരും. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് വരിക. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പ്രോക്സി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡിഫോൾട്ട് സെറ്റ് ടു തോർ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സോക്സ് 4 ആണ്. പക്ഷെ നമുക്ക് ആവശ്യം സോക്സ് 5 ആണ്. ഓക്കെ, സോക്സ് 4 ആണെങ്കിൽ നമുക്ക് കണക്ഷൻ എറർ വരും. ഓക്കെ, അതായത് കണക്ഷന് ചെറിയ പ്രശ്നങ്ങൾ വരും. അപ്പൊ നമുക്ക് ആവശ്യം സോക്സ് 5 ആണ്. തോർ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് സോക്സ് 5 ആണ്. അപ്പൊ ഇവിടുത്തെ സോക്സ് 4 മാറ്റിയിട്ട് നമുക്ക് വേണ്ടത് സോക്സ് 5 ആക്കണം. ഓക്കെ, സോക്സ് 4 മാറ്റിയിട്ട് സോക്സ് 5. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇത്രയും ചേഞ്ചസ് നിങ്ങൾ വരുത്തിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോർ സർവീസിനെ റൺ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി സിസ്റ്റം സി ടി എൽ സുഡോ സിസ്റ്റം സി ടി എൽ സ്റ്റാർട്ട് തോർ. ഓക്കെ, ഈ ഒരു കമാൻഡ് ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഇല്ലേല് നിങ്ങൾ ഓർ കൊടുക്കുക. ഓർ കൊടുത്തിട്ട് സുഡോ സർവീസ് തോർ സ്റ്റാർട്ട്. ഓക്കെ, സുഡോ സിസ്റ്റം സി ടി എൽ സ്റ്റാർട്ട് തോർന്ന് കൊടുക്കുക. എന്നിട്ട് ഓർ കൊടുത്തിട്ട് സുഡോ സർവീസ് തോർ സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം സി ടി എൽ എന്ന് പറഞ്ഞ ഈ ഒരു കമാൻഡ് നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഇല്ലേല് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് സുഡോ സർവീസ് സ്റ്റോർ സ്റ്റാർട്ട്. ഓക്കെ, ഈ ഒരു സിസ്റ്റം സി ടി എൽ എന്ന് പറഞ്ഞ കമാൻഡ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് സർവീസ് സ്റ്റോർ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ആവും. ഓക്കെ, നമ്മുടെ തോർ സർവീസ് സ്റ്റാർട്ടായി. നമുക്ക് ചെക്ക് ചെയ്യണം തോർ സർവീസ് റണ്ണിങ് ആവുന്നുണ്ടോ. അപ്പൊ അതിനുവേണ്ടി സിസ്റ്റം സി ടി എൽ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സുഡോ സർവീസ് സ്റ്റോർ. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് മാറ്റിയിട്ട് സ്റ്റാറ്റസ് ആക്കണം. ഓക്കെ, സ്റ്റാറ്റസ് ആക്കണം. സുഡോ സർവീസ് സ്റ്റോർ സ്റ്റാറ്റസ് ആക്കിയിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞിട്ട് സുഡോ സിസ്റ്റം സി ടി എൽ സ്റ്റാർട്ട് തോർന്നല്ലേ, അവിടെ നമ്മൾ സ്റ്റാറ്റസ് സ്റ്റോർ ആക്കണം. ഓക്കെ, ഇത് എന്തിനാണ് ഇങ്ങനെ ഞാൻ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം സി ടി എൽ എന്ന് പറഞ്ഞ കമാൻഡ് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ ഇല്ലേല് നമുക്ക് അതിന് പകരമായിട്ട് ഈ ഒരു സർവീസ് സ്റ്റോർ എന്ന് പറഞ്ഞ കമാൻഡ് എക്സിക്യൂട്ട് ആവും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആക്റ്റീവ് ആണ്. ഓക്കെ, നമ്മുടെ തോർ സർവീസ് ആക്റ്റീവ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പം ആക്റ്റീവ് ആണെന്ന് നമുക്ക് ഉറപ്പായി. ഓക്കെ, അപ്പൊ കൺട്രോൾ+C കൊടുക്കുക. അപ്പൊ നമ്മൾ എക്സിറ്റ് ആവും. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് ഇനി സർവീസ് സ്റ്റോർ ഈ ഒരു തോർ സർവീസ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട സുഡോ സിസ്റ്റം സി ടി എൽ ഏറ്റവും ലാസ്റ്റ് കമാൻഡിലാണ് അവിടെ സുഡോ സർവീസ് സ്റ്റോർ സ്റ്റോപ്പ് എന്ന് കൊടുക്കുക. സുഡോ സർവീസ് സ്റ്റോർ സ്റ്റോപ്പ് കൊടുക്കുക. സിസ്റ്റം സി ടി എല്ലിന്റെ അവിടെ സ്റ്റോപ്പ് തോർ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തോർ സർവീസ് സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പ്രോക്സി ചെയിൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോർ സർവീസ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തോർ സർവീസ് സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇനിയാണ് നമുക്ക് പ്രോക്സി ചെയിൻ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു ടൂളിനെ യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. പ്രോക്സി ചെയിൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ടൂൾ യൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, പ്രോക്സി ചെയിൻ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ റിയൽ ഐ പി സേഫ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ റിയൽ ഐ പി സേഫ് ആയിരിക്കും. അഥവാ എന്തെങ്കിലും ഐ പി ബാനോ അങ്ങനെയുള്ള എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റിയൽ ഐ പിക്ക് ആയിരിക്കത്തില്ല ഐ പി ബാൻ കിട്ടുന്നത്, പകരം തോർ ഐ പിക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ റിയൽ ഐ പി അവിടെ ബാൻ ആവത്തില്ല. ഓക്കെ, അപ്പൊ അതാണ് പ്രോക്സി ചെയിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പ്രോക്സി ചെയിൻ ഉപയോഗിക്കാം. അതിനുവേണ്ടി പ്രോക്സി ചെയിൻ എന്ന് കൊടുക്കാം. പ്രോക്സി ചെയിൻസ് -Q കൊടുത്തിട്ട് -Q എന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോക്സി ചെയിൻ കൊടുത്തിട്ട് -Q എന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജ് പ്രിന്റ് ആയിട്ട് വരും. അപ്പൊ അതൊന്നും പ്രിന്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ് -Q കൊടുക്കുന്നത്. -Q എന്ന് പറയുന്നത് ക്വയറ്റ് മോഡ് എന്നാണ്. ഓക്കെ, അതിനായിട്ട് HTTP നമ്മളിവിടെ ക്ലോൺ ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ്. ഓക്കെ, ഈ ഒരു സൈറ്റ് സ്ക്രാപ്പർ എന്ന് പറയുന്ന ടൂളിന്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഒരു വെബ്സൈറ്റിനെ ക്ലോൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് വെബ്സൈറ്റ് ആണ് ക്ലോൺ ചെയ്യേണ്ടതെന്ന് കൊടുക്കാം. HTTP testphp ഡോട്ട് ഓക്കെ testphp.oneweb.com കൊടുത്തു. -D5 കൊടുത്തു.
അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടാണോ സേവ് ചെയ്യേണ്ടത് അത് കൊടുത്തു. ഓക്കെ. ഈ ഒരു ടൂളിന്റെ സൈഡ് സ്ക്രാപ്പറിന്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതായത് ഹൗ ടു ക്ലോൺ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാണ് ചെയ്തേക്കുന്നത്. ഹൗ ടു ക്ലോൺ എനി വെബ്സൈറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ ഒരു സൈഡ് സ്ക്രാപ്പറിന്റെ. എന്നിട്ട് നമ്മൾ എന്റർ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ടൂൾ വർക്കായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോന്നോരോന്നായിട്ട് സേവ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ടൂള് എല്ലാ ഫയലും സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ ഡയറക്ടറിക്കുള്ളിലോട്ട് എല്ലാ ഫയലും ആ ഒരു വെബ് പേജിന്റെ എല്ലാ ഫയലും സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലിയർ കൊടുക്കാം. ക്ലിയർ കൊടുത്തിട്ട് നമുക്ക് എൽഎസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. നമുക്ക് ആ ഒരു ഡയറക്ടറിക്കുള്ളിലോട്ട് പോകണം. സി ഡി ഔട്ട്പുട്ട് കൊടുക്കാം. സി ഡി ഔട്ട്പുട്ട് കൊടുത്തിട്ട് എൽഎസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ കൊടുത്ത ആ ഒരു ഡൊമൈന്റെ നെയിം ആണിത്. ഓക്കെ. ആ ഒരു ഡൊമൈന്റെ നെയിമിലാണ് ആ ഒരു ഡയറക്ടറി ഉള്ളത്. അപ്പൊ നമുക്ക് അതിനുള്ളിലോട്ട് പോകണം. അതിനുവേണ്ടി സി ഡി ആ ഒരു ഡയറക്ടറിയുടെ പേര് ഓക്കെ. എൽഎസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് PHP ആണ് ബാക്ക് എൻഡ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് PHP വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു വെബ് പേജിനെ ഹോസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് PHP കൊടുക്കാം. PHP -s അത് കഴിഞ്ഞിട്ട് കാലീനസ് മെഷീന്റെ IP അഡ്രസ് കോളൻ നമ്മൾ ഏത് മെഷീനാണ് യൂസ് ചെയ്യുന്ന ആ ഒരു മെഷീന്റെ IP അഡ്രസ്. പാരറ്റ് ആണെങ്കിൽ പാരറ്റ്, കാലീനസ് ആണെങ്കിൽ കാലീനസ് അതിന്റെ IP അഡ്രസ് എന്നിട്ട് കോളൻ കൊടുത്തിട്ട് 88. ഓക്കെ. 8088 എന്ന് പറഞ്ഞ പോർട്ട് കൊടുക്കുക. ഓക്കെ. നമ്മുടെ സെർവർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫയർഫോക്സിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് ആവുന്ന ടൈപ്പ് ചെയ്ത് നോക്കാം. 192 192 168 1.7 88. ഓക്കെ. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു വെബ് പേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ആ ഒരു പ്രോക്സി ചെയിൻ വെച്ചിട്ട് നമുക്ക് ആ ഒരു ടൂൾ കൃത്യമായിട്ട് തന്നെ വർക്കായി. ഓക്കെ. പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയൽ ഐ പി അവിടെ നമ്മുടെ റിയൽ ഐ പി അവിടെ സേഫ് ആയിരുന്നു. പകരം റിക്വസ്റ്റ് എല്ലാം പോയത് നമ്മുടെ തോർ ഐ പി എന്നാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ നമ്മുടെ റിയൽ ഐ പി അവിടെ സേഫ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തപ്പോൾ നമുക്ക് നമ്മുടെ റിയൽ ഐ പിക്ക് ഐ പി ബാൻ ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ. അപ്പം നമ്മുടെ റിയൽ ഐ പി സേഫ് ആയിരുന്നു. അപ്പം കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് ആ ഒരു പേജ് ക്ലോൺ ചെയ്ത് കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ. ആ ഒരു പേജിനെ നമുക്ക് ക്ലോൺ ചെയ്ത് കിട്ടിയിട്ടുമുണ്ട്. അപ്പം ഈ ഒരു പ്രോക്സി ചെയിൻ യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പരമാവധി നിങ്ങളുടെ IP ബാൻ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.